ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരാഗ്ചി പറയുന്നു, ഇറാന്റെ മിസൈൽ പ്രതിരോധ ശേഷി ഇനിയുമുണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം കടുപ്പിക്കുന്ന സമയത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നമുക്ക് അതിനെ നിസ്സാരമായി കാണാൻ പറ്റില്ലല്ലോ സർ. ഇറാന്റെ കേസ് ആയത് കാരണം അതിന് ഈ നമ്മുടെ മല്ലയുദ്ധന്മാർ പ്രവീണന്മാര് യുദ്ധം നടക്കുമ്പോൾ പറയില്ല, നെഞ്ചത്തിട്ട് അടിച്ചിട്ട് വാടാ ഇനിയും വന്ന് ഇടിക്ക്, ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഇനി ശക്തി ഉണ്ടെന്ന് പറയില്ലേ. ആ രീതിയിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇറാന്റെ നേവിയിൽ ഒരു കപ്പൽ പോലും അവശേഷിച്ചിട്ടില്ല. പക്ഷെ അവർ ഇതുവരെ പിടിച്ചു നിന്നു സാർ. നമുക്ക് അവരെ നിസ്സാരക്കാരായി കാണാൻ കഴിയും. അത് ശത്രുക്കള്, അതായത് അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിന്റെ ഇന്റൻസിറ്റി കുറച്ചതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഒരു അണുബോംബ് അവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ. ഇറാൻ ഉണ്ടാവുമോ ബാക്കി? അവർ ചെയ്യില്ല. അത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചു, ഇറാനെതിരെ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ പറയുക, എന്തിനുപയോഗിക്കണം? യു ആർ ആസ്കിങ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഒരിക്കലും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഞങ്ങൾ ഇറാനെ മുട്ടിൻ്റെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്തിനാണ് അണുബോംബ് ഉപയോഗിക്കണം? ഞങ്ങൾ അണുബോംബൊന്നും ഉപയോഗിക്കില്ല ഇറാനെതിരെ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇത് അവരുടെ ഈ മിസൈൽ ശേഷിയും മിസൈലുകളുടെ ഭണ്ഡാരവും ഒക്കെ തകർത്ത് പല തരിപ്പണമാക്കിയെന്ന് പ്രസിഡന്റ് ട്രംപും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ പിടിച്ചു നിൽക്കണ ഈ വായിലെ നാക്കിൻ്റെ ബലം കൊണ്ടാണ്. അതുമാത്രമല്ല, അവരുടെ മൂത്ത ഒരു ആയത്തുള്ളതല്ലേ, അയാളുടെ വിവരം പോലും ഇല്ല, ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ ബോധമുണ്ടോ ഒന്നൊന്നും അറിയാൻ പാടില്ല. അവരിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഇതുവരെ പുറത്തു വരാതെ? ഫെബ്രുവരി 28 അപ്രത്യക്ഷനായതല്ലേ അയാള്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുസ്തഫയ്ക്ക് കൃത്രിമ കാൽ കാത്തിരിക്കുന്നു, മുഖത്തിന്റെ ഒരു ഭാഗം പോയിട്ടുണ്ട്, പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കൂടെ ഇനിയുള്ള, അതായത് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് IRGCക്ക്, അതായത് ഖമനേയിമാരുടെ സ്വന്തം പടയാളികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കത്ത് വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം നൽകുന്നത് എന്നും പറയുന്നുണ്ട്. അയാള് ICUവിൽ കിടക്കുകയാണ്, മുഖത്തിന്റെ ഒരു പകുതിയില്ല, ജീവന്റെ ഒരു പകുതിയില്ല. ഇതൊക്കെയാണെങ്കിൽ അയാൾ പിന്നെ കത്ത് എഴുതുന്നത് എങ്ങനെയാണ്? അയാൾക്ക് സംസാരിക്കാനുള്ള ശേഷിയും കൂടിയില്ല. സ്വന്തം വാപ്പ ചത്ത് കിടക്കുക വീട്ടിൽ, അവിടെ പള്ളിയിൽ, ഇതുവരെ കുഴിച്ചിട്ടിട്ടില്ല. അയാൾക്ക് പുറത്തു വരാൻ പറ്റൂല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ പണ്ടേ വന്നേനെ. ഇത് യുദ്ധത്തിൻ്റെ പല മോഡലാണ്. അവർ പറയുമ്പോൾ സദാം ഹുസൈൻ എന്താ പറഞ്ഞിരുന്ന, ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അമേരിക്കനെയും തവിട് പൊടിയാക്കും എന്നെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറാഖിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അവസാനം അവരെന്ത് ചെയ്തു? അയാളെ പിടിച്ചുകൊണ്ട് വിചാരണ ചെയ്ത് വെടിവെച്ച് കൊന്നില്ലേ, തൂക്കിക്കൊല്ലും, എന്നാണ്ടൊക്കെ ചെയ്തില്ലേ? എന്തെങ്കിലും ഉണ്ടായോ? അതുപോലെ ഉള്ളത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞാൻ ഒരു വാർത്താ ഏജൻസിയിൽ വന്ന ഇതാണ്, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ ഇനി ഏതെങ്കിലും ഇറാനിയൻ കപ്പൽ വന്ന് മൈൻ എന്ന് പറഞ്ഞ, മലയാളത്തിൽ മൈൻ എന്ന് പറയുന്നത്, അത് ഇടണ കണ്ടാൽ ആ കപ്പൽ അപ്പാടെ തകർക്കുന്നതാണ് അവരുടെ പീറ്റ് ഹെഗ്സത്ത് എന്ന് പറഞ്ഞ വാർ സെക്രട്ടറി പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ ഈ ഹോർമോസ് സ്ട്രേറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളും ഉണ്ട്. അതിനെ പേടിച്ചിട്ട് പല കപ്പലുകൾക്കും പോരാനും കഴിയുന്നില്ല എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിന്റെ കൂടെ തന്നെ മറ്റൊരു വാർത്ത വന്നത്, ഇത് ഇപ്പോഴെവിടെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് ഇറാന് പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടെന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷേ ഇപ്പൊ അവർക്ക് മൈൻ സ്വീപ്പേഴ്സ് എന്ന് പറയേ, മൈൻ ക്ലീനേഴ്സ്, മൈൻ റിമൂവേഴ്സ് എന്ന് പറയും, അതില്ല ഇറാനിപ്പോൾ. അത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ സാങ്കേതിക വശവും. അവർ അത് ചെയ്യും, പക്ഷെ അതിനവർ കുറച്ച് സമയം എടുക്കുകയാണ്. ഇവർ ഈ ഹോർമസ് സ്ട്രേറ്റിൽ ഇവർ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കണം. അതുവഴി വരുന്ന കപ്പലുകൾക്കെതിരെ ഒളിച്ചിരുന്ന് വെടിവെക്കണം. അതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് തെറ്റാണ്. ഇപ്പോൾ ഈ പീറ്റർ ഹെഗ്സത്തിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇറാനെതിരെയുള്ള ഉപരോധം അനുനിമിഷം മുറുകിക്കൊണ്ടിരിക്കുകയാണ്, ഇറാൻ സഫോക്കേറ്റ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ഇറാൻ ഇറാനിയൻ തീരത്ത് അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിയൻ കൊടി നാട്ടിക്കൊണ്ടുപോയ ഒരു കപ്പൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ എന്താ പറയുക ശക്തി പ്രാപിക്കും ഞങ്ങളുടെ ആക്രമണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഈ അറേബ്യൻ ഹോർമുസ് കടലിടുക്കിലുള്ള കപ്പൽ ഗതാഗതം
ഉപരോധം പുറപ്പെടുവിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ദിവസം 3 കപ്പലോ 4 കപ്പലോ ഒക്കെയാണ് ഒരു ദിവസം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം എത്ര കപ്പലാണ് പോയിരുന്നതെന്നറിയാമോ? 3 ദിവസത്തിനിടയിൽ 6 കപ്പലുകളാണ് ഹോർമുസ് സ്ട്രെയിറ്റ് വഴി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താ? ഇറാൻ യാതൊരു വോയിസും ഇല്ല, ഇറാൻ്റെ എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ. മറ്റ് രാജ്യങ്ങളോടൊക്കെ അമേരിക്ക വാൺ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കപ്പലുകൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഉത്തരവാദികൾ നിങ്ങളായിരിക്കും, അമേരിക്ക ആയിരിക്കില്ല. ഞങ്ങൾ ഉപരോധം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ട് ഡിമാൻഡേ ഉള്ളൂ. അവരുടെ അണുബോംബ് യുറേനിയം എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾക്ക് കൈമാറണം. അവർ മേലാൽ യുറേനിയം എൻറിച്ച് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് അവരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ ഈ വെടിനിർത്തൽ 3 ആഴ്ച കൊണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ലെബനോൺ ഇസ്രായേൽ ചർച്ചയിൽ എന്താ പറയുക, ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള യുദ്ധം അവർ കഴിയുന്നതും നിർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ടും ലെബനനിൽ നിന്നുള്ള ഹസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ അവർ പറയണത് ഇതാണ്, ഹെസ്ബുള്ളയ്ക്ക് അതുപോലെ ഹമാസിന് ഈ ഇറാൻ നൽകി വരുന്ന സഹായം കംപ്ലീറ്റ് നിർത്തണം, യുറേനിയം എൻറിച്ച്മെൻറ്റ് നിർത്തിവെക്കണം, എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ കയ്യിലുള്ളത് അമേരിക്കയ്ക്ക് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചർച്ചയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് കുറഞ്ഞുള്ളൊരു ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചർച്ച തുടങ്ങിയിട്ടുള്ള ഇറാനിയൻ ടീം പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ 2 പേര്, ഈ മറ്റേ ട്രംപിൻ്റെ മരുമകനും അതുപോലെ വൈസ് പ്രസിഡന്റ് വാൻസും അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ ഇന്നോ നാളെയായിട്ട് എത്തുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതുവരെ അവർ പുറപ്പെട്ടിട്ടില്ല. അപ്പം ഇത് ഈ ഇറാൻ്റെ മിസൈൽ ശേഖരമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കണമെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അവർ വളരെ സാമ്പത്തികമായിട്ടും ഒക്കെ ഭയങ്കര നഷ്ടമാണ് അവർക്ക്. ഈ എന്താ, എണ്ണ വിൽക്കാൻ പറ്റണില്ല അവർക്ക്. ഇറാനിലേക്ക് ഒരു സാധനവും, അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റണില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ധാന്യം, മരുന്ന്, ഇതൊന്നും ഇറാനിലെത്തൂല ഈ ബ്ലോക്കേഡ് കാരണം. എങ്ങനെ കൊണ്ടുവരും അവർ? മറ്റു രാജ്യങ്ങളോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു സാധനം കൊടുത്തു പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യും ഇവര്? പക്ഷേ ഇതിനിടയിൽ തന്നെയല്ലേ നാറ്റോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് ഇടയുന്നത് നമ്മൾ കണ്ടത്? അവർ ശക്തിയായ നിലപാടെടുക്കാത്ത എന്തുകൊണ്ടാണ്? നാറ്റോയ്ക്ക് പേടിയുണ്ട്. കാരണം അമേരിക്ക അല്ലാണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്വന്തം നാട്ടിൽ തന്നെ ഭയങ്കര എതിർപ്പ് നേരിടുകയാണ്, സ്റ്റാർമർ. അയാൾ ഈ അമേരിക്കയോട് ചേർന്ന് നിൽക്കാത്തതിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് വളരെയധികം ബ്രിട്ടനിലെ ജനങ്ങൾക്ക് അയാളോട് വളരെയധികം ദേഷ്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ ഒന്നും ചെയ്യാതെ നിൽക്കാമല്ലോ, പക്ഷേ നല്ലൊരു വാക്ക് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാമായിരുന്നു. ബ്രിട്ടന് ഈ തർക്കത്തിൽ ഇടപെട്ട് അമേരിക്കയെ പിന്തിരിപ്പിക്കാമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറാനെയും പിന്തിരിപ്പിക്കാമായിരുന്നു. ഇപ്പം ബ്രിട്ടൻ എവിടെ? ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ബ്രിട്ടൻ. ഇന്നിപ്പോൾ അവസാനം പറയുന്നത് കഞ്ഞിക്ക് സന്ധ്യയ്ക്ക് ഉള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തെണ്ടുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തെടുക്കുന്നത്. സാർ, ഇറാന് മുമ്പിൽ ഇനി മറ്റൊന്നും നോക്കാനില്ല. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ ജനങ്ങളും ചത്തൊടുങ്ങിയാലും അവർക്ക് മതരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് നടക്കില്ല. അത് നടക്കില്ല. കാരണം ഇപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പൊ അവിടെ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പോലും IRGC കൈയടക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നതിനെതിരെയാണ് ഇപ്പോ IRGCയുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വരുന്നത്. അപ്പൊ അത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒരു 2 ഇറാൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും IRGC ഒരിക്കലും അമേരിക്ക പറയുന്ന ഒരു നയപരമായ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവല്ലേ? അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അമേരിക്ക എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുണ്ട്. അതിൻ്റെ മേധാവികളെ മുഴുവൻ അവർ തെരഞ്ഞുപിടിച്ച് കൊല്ലും അവർ, അമേരിക്കയും ഇസ്രായേലും കൂടി. അതാണ് ഉണ്ടാവാൻ പോണത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അവരെ കൊല്ലും. ഇപ്പോൾ ഇറാനിൽ ഏറ്റവും പുതിയതായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനിൽ ഒരാളെ മരണശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കാരണം മൊസാദിന് വേണ്ടി വർക്ക് ചെയ്തു. അതാണ് അതൊക്കെ അവർ ചെയ്യും. പട്ടാളം അവരുടെ കയ്യിലല്ലേ, ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലല്ലേ, അവർക്ക് അധികാരമുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പം യഥാർത്ഥത്തിൽ ആരാ അധികാരി എന്ന് അറിയാൻ പാടില്ലല്ലോ പ്രജിത. ഇപ്പോൾ മറ്റേ ചങ്ങാതി ചാവാൻ കിടക്കുക, അല്ലെങ്കിൽ ചത്തു,
ഈ വാഹിദി എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പം എല്ലാം നിയന്ത്രിക്കണേ. വാഹിദിയുടെ ഒരു യെസ്മാനായിട്ട് മാറി ഇറാനിയൻ പ്രസിഡന്റ്. ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ വേർഷനല്ല നമ്മൾ വായിക്കുന്നത് മുഴുവനും. 45,000 പേരെയാണ് ഇറാനിയൻ പട്ടാളം കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് സിവിലിയൻസിനെ കൊന്നൊടുക്കിയത്. ഇതിനെക്കുറിച്ചിട്ടൊന്നും ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹമോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയോ ഒന്നും മിണ്ടണല്ലോ. അതിനെപ്പറ്റി ചോദ്യം ചെയ്യണം മുഴുവനും അമേരിക്കയും പിന്നെ ഇസ്രായേലുമാണ്. അവരോട് അമേരിക്ക എന്താ പറഞ്ഞിരിക്കണേ? ഞങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ തെരുവിലിറങ്ങുക, അധികാരം പിടിക്കുക, നിങ്ങളെ കാര്യം നിങ്ങൾ ഭരിക്കുക, ഇവരെ ഓടിക്കുക എന്നാണ് പറഞ്ഞേക്കണം. അത്രയും എന്താ പറയണ ലെവലിലേക്ക് അമേരിക്ക വന്നിട്ടുണ്ട്. ഇത് അധികം നാൾ പോവില്ല. ഇപ്പം നമ്മൾ 2 രാജ്യങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ മതി. ലിബിയയിൽ എന്താ ഉണ്ടായത്? ലിബിയയിൽ ദിസ് മാൻ വാസ് അൺഅസൈലബിൾ. എന്താ അയാളുടെ പേര്? മറ്റേ ഗദാഫി. അയാളെ കൊന്നില്ലേ അവർ? സദാം ഹുസൈനെ കൊന്നില്ലേ? ഈ പറഞ്ഞ അതുകൊണ്ട് ഈ തീവ്രവാദിയായിരുന്ന ഭീകരവാദികളുടെ ഏറ്റവും വലിയ നേതാവ് ഒസാമ ബിൻ ലാഡനെ കൊന്നില്ലേ? അവർ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മാക്സിമം സ്പേസ് കൊടുക്കുകയാണ്, ബ്രീത്തിങ് സ്പേസ് കൊടുക്കുകയാണ്. എൽബോ റൂം എന്ന് പറയും, അത് കൊടുക്കുകയാണ് അവർക്ക്. ഇവരെ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ആരാ അവരെ സഹായിക്കാൻ പോണേ? ചൈന സഹായിക്കും അവരെ? ചൈനയോട് യാതൊരു കാരണവശാലും ഇറാന് ആയുധ സഹായം നൽകരുതെന്ന് ഇവർ വാർണിംഗ് കൊടുത്തിരിക്കുന്നുണ്ട് അമേരിക്ക. അമേരിക്കനെ പിണക്കാൻ ചൈനയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. അപ്പോൾ അത് ഈ ഒരു ഇറാൻ്റെ പൂർണ്ണമായ പതനത്തിലായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക. അതിന് സമയമെടുക്കുക. പിന്നെ ഇതല്ലേ ഞങ്ങളുടെ മിസൈലൊക്കെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഖുഡ് ഫോഴ്സസ് ഉണ്ട് എന്നൊക്കെ പറയണം. ഇതൊക്കെ ശുദ്ധ വാചകടിയാണ്. അത് ആ സമൂഹത്തിൻ്റെ ഈ ബോധമില്ലായ്മയാണ് കാണിക്കണം മുഴുവനും. അവർക്ക് 4 വശത്തുനിന്ന് അവരെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇറാനെ, അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും കൂടി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അവർക്ക് യു ആസ്ക് യുവർ സെൽഫ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.